ചോദ്യം: ഖുർആൻ രേഖപ്പെടുത്താൻ സംവിധാനം ഏർപ്പെടുത്തിയ മുഹമ്മദ് നബി ഹദീസുകൾ എഴുതുന്നത് വിലക്കി. പിന്നെ എങ്ങനെ ഹദീസ് ഇസ്ലാമിൽ പ്രമാണം എന്ന് പറഞ്ഞു നടക്കാൻ സാധിക്കും? ഇതിൻ്റെ വസ്തുത ഹദീസുകൾ അല്ലെങ്കിൽ പ്രമാണം ഉദ്ധരിച്ച് തന്നെ ഞാൻ പറയാം. ഹദീസ് എഴുതി വെക്കൽ വിലക്കി എന്ന് പറഞ്ഞ ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തക്തുബു അന്നി വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫൽയംഹുഹു. നിങ്ങൾ എന്നിൽ നിന്ന് എഴുതി വെക്കരുത്. വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫൽയംഹുഹു. എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്തത് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം. എന്നിട്ട് പറയുന്നത് കേട്ടോളി, വഹദ്ദിസു അന്നി വലാ ഹറജ്. എന്നാൽ എന്നിൽ നിന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളണം. നബി ഇങ്ങനെ പറഞ്ഞു, നബി ഇങ്ങനെ ചെയ്തു, അങ്ങനെ നിങ്ങൾ ഹദീസ് പറഞ്ഞുകൊള്ളണം. അതിന് യാതൊരു കുഴപ്പവുമില്ല. വമൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഇത് ഒന്ന്. അടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, മാ കാന അഹദുൻ അഅലമ ബിഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി ഇല്ലാ മാ കാന മിൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ. എന്നേക്കാൾ ഹദീസ് അറിയാവുന്ന ഒരാളും തന്നെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അല്ലാതെ. എന്നിട്ട് കേട്ടോളിയേ, ഫഇന്നഹു കാന യക്തുബു ബിയദിഹി വയഈഹി ബിഖൽബിഹി. അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് എഴുതി വെക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്തിരുന്നു. വകുന്തു, എന്നാൽ ഞാൻ അഈഹി ബിഖൽബി വലാ അക്തുബു യദി. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നു, കൈ കൊണ്ട്, എൻ്റെ കൈ കൊണ്ട് ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. വസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ കിതാബി അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എഴുതി വെക്കാൻ അനുവാദം ചോദിച്ചു അദ്ദേഹം. ഫഅദിന ലഹു, അപ്പോൾ അദ്ദേഹത്തിന് അനുമതി നൽകി. അപ്പോൾ ആദ്യത്തെ ഹദീസിൽ എന്നെ കേട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കരുത്, എഴുതി വെക്കുന്നത് നിങ്ങൾ മായ്ച്ചു കളയണം എന്ന് പറഞ്ഞു. ഇതെവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധരങ്ങളിൽ നിന്ന് തന്നെയാണ് ഖുർആൻ വരുന്നത്. ഇപ്പോൾ ഒരു ഉസ്താദ് ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. ആ ഓത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടി അതിങ്ങനെ ഒരു സ്ലേറ്റിൽ എഴുതുകയെന്ന് വിചാരിക്കുക. ആ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നതാണ് മക്കളെ എന്ന് പറയുമ്പോൾ ആ ഖുർആൻ എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ അർത്ഥവും കൂടി അല്ലെങ്കിൽ വിശദീകരണം കൂടി എഴുതുകയാണെങ്കിൽ, സഹാബിമാര് അറബി ഭാഷയാണ്, നബി പറയുന്നതും ചൊല്ലുന്നതും ഒക്കെ അറബി ഭാഷയിലാണ്. ഇവരിത് ഒരേ പേപ്പറിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് എഴുതി വെക്കുമ്പോൾ ഖുർആനിൻ്റെ കൂടെ ഈ അറബിയിൽ തന്നെ നബി പറയുന്ന വിശദീകരണം കൂടി എഴുതിയാൽ ഖുർആൻ ഏതാണ്, ഹദീസ് ഏതാണ്, നബിയുടെ വിശദീകരണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ അത് എഴുതി വെക്കണ്ട എന്ന് പറഞ്ഞു. എഴുതി വെക്കാൻ പറഞ്ഞു എന്നും അനുമതി നൽകി എന്നും ഉള്ളതിനാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ ഹദീസ് അതിൻ്റെ തെളിവാണ്. ഇത് മനസ്സിലാക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കുന്നത് വിലക്കി. അത് മാത്രം പറയും, അതിനപ്പുറവും ഇപ്പുറവും പറയില്ല. അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇനിയും കേട്ടോളി, വേറൊരു ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാ, കുന്തു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീദു ഹിഫ്ളഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന സകലതും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു, അത് ഗ്രഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്. ഫനഹത്നി ഖുറൈശ്, അപ്പോൾ ഖുറൈശികൾ എന്നെ വിലക്കി. വഖാലു, എന്നോട് ചോദിച്ചു, തക്തുബു കുല്ല ഷൈഇൻ സമീഅ തസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബശറുൻ യതകല്ലമു ഫിൽ ഗളബി വൽറിള. നമ്മൾ നാടൻ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ എല്ലാം എഴുതി വെക്കുക ഇജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമുള്ള സമയത്ത് പറയും, ഇജ്ജ് ഇത് മുഴുവൻ എഴുതി വെക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഖുറൈശികൾ എന്നെ വിലക്കി. ഫഅംസക്തു അനിൽ കിതാബ്, അപ്പൊ പിന്നെ ഞാൻ എഴുതി വെക്കൽ നിർത്തി. ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അങ്ങനെ ആ വിവരം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരല് കൊണ്ട് അധരങ്ങളിലേക്ക്, ചുണ്ടുകളിലേക്ക്, വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉക്തുബ്, എഴുതി വെക്കുക. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖുൻ, ഈ ചുണ്ടുകളിൽ നിന്ന്, ഈ വായിൽ നിന്ന് ഹക്കല്ലാത്തതൊന്നും പുറത്തു വരികയില്ല. ഇത് ബുഖാരിയിലല്ല, റഷ്യക്കാരനായ ബുഖാരിയിലല്ല, ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഖുർആൻ എഴുതി വെക്കാൻ സംവിധാനം ചെയ്തു, ഹദീസ് എഴുതി വെക്കാൻ സംവിധാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. രണ്ടാമത്തെ ചോദ്യം, സഹീഹായ ഹദീസാണെങ്കിലും ഹദീസിന്റെ ഉള്ളടക്കം മത്തിന് ഖുർആൻ സൂക്തങ്ങൾക്ക് എതിരാണെങ്കിൽ അത്തരം ഹദീസുകളോടുള്ള നിലപാട് എന്തായിരിക്കണം? ഒരു കാര്യം മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തതാണ്. അതെന്താണ്? സഹീഹായ ഒരൊറ്റ ഹദീസും ഖുർആനിനെതിരായിട്ട് ഉണ്ടാവുകയില്ല. ഏതൊരു ഹദീസ് സഹീഹാണോ അതിനർത്ഥം ആ ഹദീസ് ഖുർആനെതിരല്ല എന്നാണ്. എപ്പോൾ ഒരു ഹദീസ് ഖുർആനിനെതിരായോ അപ്പോൾ ആ ഹദീസ് സഹീഹുമല്ല. കാരണം സഹീഹായ ഹദീസിന്റെ നിർവചനത്തിൽ പെട്ടതാണ് അയ്യകൂന ഖാലിയം മിനൽ ശുദൂദി വൽ ഇല്ല, ഗോപ്യമായതോ സൂക്ഷ്മമായതോ ആയ എന്തെങ്കിലും ന്യൂനതകളോ ബലഹീനതകളോ കുറവുകളോ അതിനുണ്ടാകാൻ, തകരാറുകളോ അതിനുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? എല്ലാവരും അംഗീകരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്കെതിരാകാൻ പാടില്ല. അതിനേക്കാൾ വിശ്വസ്തരായ ആളുകൾ ഉദ്ധരിച്ചതിനെതിരാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ നേർക്കുനേരെ പറഞ്ഞതിനെതിരാകാൻ പാടില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹദീസ് സഹീഹാണോ അല്ലേ എന്ന് വിധിക്കുക. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒരു ഹദീസിന്റെ ബാഹാർത്ഥം മാത്രം നോക്കിയിട്ട് ഖുർആന് വിരുദ്ധമാണ് എന്ന് ഓരോരുത്തരും പറയലാണ്. അങ്ങനെ പറയുന്നത് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിക്കാൻ പറ്റുമോ? ഖുർആനിൽ കാണുന്നു, ശവം നിങ്ങൾക്ക് ഹറാമാകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്കിപ്പോൾ മീൻ തിന്നാൻ പറ്റുമോ? നമ്മൾ മീൻ മാർക്കറ്റിൽ ഇവിടെ ചെറുവാടി അങ്ങാടി ചെന്നിട്ട് മീൻ വാങ്ങുമ്പോൾ സ്രാവ് ഇങ്ങനെ നീണ്ടു നടന്ന് കിടക്കുന്ന സ്രാവ്, ഈ സ്രാവിന് ആരാ അറുത്തത് എന്ന് ചോദിക്കൽ നമ്മള്. അറുത്തത് ഇല്ലാമാതക്കൈറ്റും, നിങ്ങൾ അറുത്തതല്ലാത്ത ശവം തിന്നരുത് എന്ന് ഖുർആനിൽ. ശവം എന്ന് ഏതിനൊക്കെ, ചത്തത് എന്ന് ഏതിനൊക്കെ പറയാൻ പറ്റുമോ അതിനൊക്കെ മൈത്തത്ത് എന്ന് പറയും. അങ്ങനെയുള്ള ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു മുസ്ലിം മീൻ വാങ്ങിക്കുമ്പോൾ അതിന് അറുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഒരു ചേകനൂരിനോട് ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ മീൻ തിന്ന? ഖുർആൻ മാത്രമാണെങ്കിൽ ഖുർആനിൽ ശവം ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൈദുൽ ബഹരി എന്ന് ഖുർആനിലുണ്ട്, കടലിൽ നിന്ന് ബന്ധനം, മത്സ്യബന്ധനം നടത്തിയാൽ നിങ്ങൾക്ക് അത് തിന്നാന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഞാൻ ബഹർ കടലല്ലേ, അപ്പൊ പിന്നെ കുളത്തിലെ മീനോ? മാത്രമല്ല സ്വൈദുൽ ബർരി എന്ന് വേറെ കരയിലേന്ന് പറഞ്ഞിട്ടുണ്ട്. കരയിൽ നിന്ന് ഒരാൾ മുയലിനെ പിടിച്ചു, വലയിൽ കുടുങ്ങി, ആ മുയലിനെ തിന്നാ വയലിൽ ചെന്നോക്കും മുയൽ ഇങ്ങനെ പടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ അറക്കണ്ടേ? സ്വൈദുൽ ബഹറിലുള്ളത് പോലും അറക്കണം. അത് ഖുർആൻ പറഞ്ഞതാണ് വളരെ വ്യക്തമായിട്ട്, ഇല്ലാമാതക്കൈറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ശവം ഹറാമാണ് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഹില്ലത് ലനാ മൈതതാനി, നമുക്ക് രണ്ട് ശവങ്ങൾ ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. അതേതാ? അൽ ഹൂത്ത്, മത്സ്യം. അതുകൊണ്ടാണ് ആരും മീൻ അറുത്തിട്ടുണ്ടോ എന്ന് നോക്കാത്തത്. അപ്പൊ അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞു, നബി ഹറാമാണെന്ന് പറഞ്ഞു. ആ ഹറാമിൽ നിന്ന് മീന് മത്സ്യം ഒഴിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതൊരാൾക്ക് വേണമെങ്കിൽ തള്ളാൻ ഖുർആനിനെതിരാണ്. ഖുർആനിൽ അല്ലാഹു ഹറാമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാം. ആ തള്ളുന്ന ആളുകൾ പ്രതിസന്ധിയിലാകും. ഇതാണ്
ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറയാനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറയാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത് ഇനി വേറെ ഉദാഹരണങ്ങളൊക്കെ പറയാണ്ട് സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഖുർആനിന് വിരുദ്ധമായതുകൊണ്ട് ഹദീസുകൾ തള്ളണ്ടേ എന്നൊരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. പല്ലിയെ കൊല്ലൽ, പല്ലിയെ കൊല്ലലാണ് ഇതിലിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. പല്ലിയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് ഇത് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇവർ വിചാരിക്കുന്നതോ എന്തോ ഒരു കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാം, ആ പ്രവാചകൻ പല്ലിയെ കൊല്ലാൻ എന്ന് മാത്രമല്ല, പല്ലിയെ കൊന്നാൽ പള്ളിയെടുത്ത കൂലി, ഇതൊന്നൊരു ഇസ്ലാമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളാളുകൾക്കും തോന്നാം അല്ലെങ്കിൽ അപ്പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട്, നമ്മൾ ഇത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. എന്താണ് ഹദീസ്? ഹദീസ് കേട്ടോളി. മൻ ഖതല, മൻ ഖതല വസഖൻ, വസഖൻ ഒരാൾ വസഖിനെ കൊന്നു. വസഖിന്റെ അർത്ഥം ഞാൻ പറയാം. ഫീ അവ്വലി ദർബത്തിൻ, ഒറ്റയടിക്ക് കൊന്നു. കുതിബത് ലഹു മിഅതു ഹസന, എങ്കിൽ അവന് 100 പുണ്യമുണ്ട്. വഫി സാനിയത്തി ദൂന ദാലിക് വസ്സാലിസത്തി ദൂന ദാലിക്, അടിയുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് കൂലി കുറയും. ഇത് കേൾക്കുന്ന ആളുകൾ ഇപ്പം ചോദിക്കുന്നു, അപ്പൊ സംഗതി ശരി തന്നെയാണ് അല്ലേ? ആ ശരി തന്നെയാണ്. എന്താ അവിടെ സംഭവം? വസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വസഖ് എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജീവിയെയും കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പറയേണ്ടി വന്നത് ഒരു ജീവിയെയും, ഒരു ഉറുമ്പിനെ വെറുതെ കൊന്നാൽ നാളെ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ബുഖാരി തന്നെ ഉണ്ട്. ഒരു പ്രവാചകൻ ഒരു മരത്തണയിൽ വിശ്രമിക്കുകയായിരുന്നു, അപ്പോൾ ഒരു ഉറുമ്പ് കടിച്ചു. ബുഖാരി തന്നെയുള്ള നബിയായി. അവര് ആ ഒരു പ്രവാചകന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ നബി എന്ത് ചെയ്തു? ഈ ഉറുമ്പിന്റെ മാളൊക്കെ കൂടി പൊളിച്ച്, കൂടൊക്കെ പൊളിച്ച് ഒത്ത തീയിടാൻ വേണ്ടി കൽപ്പിച്ചു. ആ ആള് കൂടെയുള്ള പരിവാരം കൊണ്ട് എല്ലാத்தைയും ചുട്ട് ചാമ്പലെടുക്കടും ഏക്ക ചുട്ട് ചാമ്പലാക്കി. അപ്പോൾ അത് അല്ലാഹു വഹി ഇറക്കുന്നു. ഒരു ഉറുമ്പിനെ, ഒരു ഉറുമ്പ് കടിച്ചതിന് എല്ലാ ഉറുമ്പുകളെയും കൊന്നങ്ങൾ. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന ഒരു ഉമ്മത്തിനെ നിങ്ങൾ കൊന്നോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പാഠം. നമുക്ക് ആകെ ഒരു നായക്ക് വെള്ളം കൊടുത്ത കഥ കിട്ടും. ആ നായ ഉണ്ടാവും വിചാരിച്ചു ഇക്കാലത്തിലാണെങ്കിൽ ആ വെള്ളം തന്നെ ഞാൻ കുടിക്കൂലായിരുന്നു. എല്ലാ പ്രസംഗത്തിലും എല്ലാ വായതിലും നായക്ക് വെള്ളം കൊടുത്ത, നായക്ക് വെള്ളം കൊടുത്ത. ഒരു നായ മാത്രം നല്ല കൂട്ടരെ, ഇതൊരു ഉറുമ്പിന്റെ കഥയാണ്. വേറെ ഹദീസിൽ മൻ ഖതല ഉസ്ഫൂറൻ അജ്ജദ ഇലല്ലാഹി യൗമൽ ഖിയാമ, ഒരു കുരുവിയെ ഒരാൾ കൊന്നാൽ നാളെ പരലോകത്തെ കുരുവി വരും. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കും, സൽ ഖാതിലി, എന്നെ കൊന്നവനോട് ചോദിക്കൂ, റബ്ബേ ഹൽ ഖതലനി മൻഫഅതൻ അം ഖതലനി അബത, എന്നെ വെറുതെ കൊന്നതാണോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൊന്നതാണോ? ഇതാണ് ഇസ്ലാമിന്റെ പാഠം. അങ്ങനെയുള്ള ഇസ്ലാം അള്ളാഹു അനുവദിക്കാതെ ഒരു ജീവിയെ കൊല്ലാൻ ഒരു മുസ്ലിം തയ്യാറാവൂല. അപ്പോൾ മനുഷ്യർ ഉപദ്രവകരമായ ചില ജീവികളുണ്ട്. അത് റസൂല്, അള്ളാഹു റസൂല് പറയണം, എന്നാലേ മുസ്ലിം കൊല്ലൂ. ഖംസു ഫവാസിഖിൻ യുഖ്തൽന ഫിൽ ഹറം, 5 ഉപദ്രവകരമായ ജീവികളുണ്ട്. അവ ഹറമിൽ വെച്ച് വരെ കൊല്ലാം. അതിൽ തേളുണ്ട്, അതിൽ പാമ്പുണ്ട്, അതിൽ പേപ്പട്ടിയുണ്ട്. ഇങ്ങനെ കുറെ ജീവികളെ കൊല്ലാൻ റസൂല് അനുമതി നൽകി. എന്താ കാരണം? കാരണം അവയൊക്കെയും മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഇനി വസഖ് എന്ന് പറഞ്ഞാൽ എന്താ? സാം, അസാം എന്ന് പറഞ്ഞാൽ വിഷമുള്ളത്. വിഷമുള്ള ഒരു ഇഴജന്തു, അതിന് നമ്മൾ പച്ച മലയാളത്തിൽ പല്ലി എന്ന് പറഞ്ഞപ്പോ അത് നമ്മളെ നാട്ടിൽ ഇറയത്തിൽ കൂടി പായണ പല്ലിയല്ലേ. ഈ പല്ലീനെ കൊല്ലാൻ റസൂല് പറഞ്ഞില്ലേ, അതും പള്ളിയെടുത്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഈ ജീവി
ഭക്ഷണത്തിൽ വീണാൽ അതിനെപ്പറ്റി ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി. ഇനി വിവരമുള്ള ആളുകൾ ജന്തുശാസ്ത്രത്തിൽ അന്വേഷിച്ചു നോക്കി. ഇത് ഭക്ഷണത്തിൽ വീണാൽ, അതെങ്ങാനും വായിലായാൽ, അതൊക്കെ ഉള്ളിൽ ചെന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, പ്രയാസങ്ങൾ, അത് മനുഷ്യന്റെ ജീവിതത്തിന്, ആരോഗ്യത്തിന് വലിയ പ്രശ്നമാണ്. ചെറിയ മക്കളൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെയുള്ള ഒരു ഇഴജന്തുവാണ് അത്. അതിനെ കൊല്ലാൻ റസൂല് പറഞ്ഞു. അപ്പൊ പിന്നെ 100 കൂലി എന്ന് പറഞ്ഞതോ? അവിടെയാണ് ഇസ്ലാമിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാമ്പിനെ കൊല്ലുകയാണെങ്കിലും നിങ്ങൾ 100 അടിയടിച്ചിട്ട് ഒരു പാമ്പിനെ കൊല്ലാം, ഒറ്റ അടിക്കും കൊല്ലാം. അപ്പൊ ഒരാൾ ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിലും അവിടെയും ഒരു നന്മയുണ്ട്, അവിടെയും ഒരു വൃത്തിയുണ്ട്, അവിടെയും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ കൊല്ലണം. അള്ളാഹു എല്ലാ വിഷയത്തിലും ഏറ്റവും പെർഫെക്റ്റായി, ഏറ്റവും നല്ല നിലയിൽ ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ കൊല്ലണം. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ അറുക്കണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുത്തിട്ട് മൃഗത്തിന് പ്രയാസം ഉണ്ടാക്കരുത്. ആയുധം നന്നായി മൂർച്ച കൂട്ടണം. എന്നിട്ട് ആ അറുക്കപ്പെടുന്ന ഗുരുവിന് നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഒരു പല്ലിയോ അല്ലെങ്കിൽ പാമ്പോ തേളോ എന്തായിക്കോട്ടെ ഒറ്റ അടിക്ക് കൊല്ലാൻ പറ്റി അങ്ങനെ കൊല്ലണം. അത് ഇസ്ലാമിന്റെ ഒരു നന്മയാണ്, ഒരു മഹിമയാണ്. ഇതിനെയാണ് ആകെക്കൂടി വളച്ചൊടിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്ര മാത്രം ഇസ്ലാമിന്റെ വശ്യ മനോഹരമായ മാനവികതയല്ല, ഏറ്റവും വലിയ ജീവകാരുണ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസിനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, ഇസ്ലാമിനെതിരെ, സുന്നത്തിനെതിരെ ഉപയോഗിക്കുന്നു. ഇതാണ് ഇവരുടെ കുടില ബുദ്ധി. ബാക്കി ചോദ്യങ്ങൾ അടുത്ത